നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. ഇസ്രായേലിൻ്റെ ഹാർഡനിങ്ങിനെ കുറിച്ച്, ഹൃദയ കാഠിന്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. തുടർന്ന് ഇസ്രായേലിൻ്റെ ഭാവി രക്ഷയെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. 11 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇത്രയും വാക്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ച് വാക്യങ്ങൾ നമുക്ക് എടുക്കാം. സാൽവേഷൻ ഓഫ് ജെൻറ്റൈൽസ്, ജാതികളുടെ സാൽവേഷനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. 11-12 വാക്യം. അത് തുടർന്നുള്ള ചില വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതേ എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളും അല്ല. അവർക്ക് എരിവ് വരുത്താൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധനെ സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ, വിശുദ്ധം എങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. 16 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇവിടെ കാണുന്നത് എന്താണ്? ഇസ്രായേലിൻ്റെ അവിശ്വാസം ജാതികൾക്ക് അനുസരണമായി തീർന്നു എന്നുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. ഇസ്രായേലിന് തീഷ്ണത വർദ്ധിപ്പിക്കാൻ, ജനിക്കുവാൻ ജാതികളെ ദൈവം തിരഞ്ഞെടുത്തു. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. പൗലോസ് ജാതികളിലേക്ക് തിരിയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ഇവിടെ ഹൃദയം കഠിനമായിപ്പോയി എന്ന് ചിന്തിച്ചു. ആരുടെ? ഇസ്രായേലിയുടെ ഹൃദയം കഠിനമായിപ്പോയി. കാരണം അവരുടെ മേശ അവർക്ക് കെണിയായി തീർന്നു, അവരുടെ മേശ അവർക്ക് കുടുക്കായി തീർന്നു, അത് ഇടർച്ചയായി തീർന്നു. യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവവുമായൊരു കൂട്ടായ്മയാണ്. അതെന്ത് വെച്ചാൽ സമാധാനയാഗം, നമ്മൾ ലേവ്യ പുസ്തകം 6-7 ഒക്കെ പഠിക്കുമ്പോൾ സമാധാനയാഗം ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ശരീരം ഭാഗം അർപ്പിക്കുന്ന ആളുകൾ ഭക്ഷിക്കുകയാണ്. ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണത് അവിടെ കാണിക്കുന്നത്. എന്നാൽ ദൈവത്തോട് താല്പര്യമില്ലാതെ വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? അവരുടെ ഹൃദയം ദൈവം കഠിനമാക്കി എന്ന് കാണുന്നു. ഇന്നും ഇതുപോലെയാണ്. ലോക ചിന്തയാലെ മുഴുകിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയവും കഠിനമായി പോകുന്ന ഒരവസ്ഥയാണ് എപ്പോഴും ഉള്ളത്. ലോക ചിന്തയിൽ ആയിപ്പോകുന്ന ജനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 30, 39, 40 വാക്യങ്ങളിൽ ഈ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിപ്പാൻ ഇടവന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താണ്? അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ അവരെ തന്നെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ട അവരുടെ കണ്ണ് അവർ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഹൃദയം തടിച്ചുപോയി. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിലേക്ക് മനം തിരിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് തുല്യമായിട്ട് തന്നെ ലോകത്തിലേക്ക് ചിന്തകൾ പോയിട്ട് ലോകത്തിൻ്റെ മണ്ണിനോട് ശ്രദ്ധയായിട്ട് എപ്പോഴും താഴോട്ട് പന്നികൾ നോക്കുന്ന പോലെ താഴോട്ട് നോക്കി നടക്കുന്ന അനേകം ആളുകളുണ്ട്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തുന്നിട്ടും ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമുള്ള ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. നമ്മളെപ്പോഴും ഭൂമിയിലുള്ളത് നോക്കിക്കൊണ്ട് നടക്കുകയാണ്, ഉയരത്തിലുള്ള അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ. അത് മാത്രമല്ല, പുറകോട്ട് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നതിനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതിനല്ല. ഫിലിപ്പിയർ 3:14 പറയുന്നത്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി ഓടുന്നു. അങ്ങനെ പുറകിലുള്ളത് മറന്ന് നമുക്ക് പോകാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇപ്പോഴും നമ്മൾ വലിയ നിഗളവും അല്ലെങ്കിൽ വലിയ അഹംഭാവവും നമുക്കും വേണ്ട. ഇസ്രായേലിൻ്റെ ഹൃദയം കഠിനമായി പോയെങ്കിലും അതുപോലെ തന്നെ ഇന്നത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ലോകചിന്തയിലും കെണിയിലും കുടുക്കിലും അകപ്പെട്ട് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് പലരും ഇതിൽ നിന്ന് ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്ന, വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോകുന്ന അവസ്ഥകൾ ധാരാളമുണ്ട്.
ഇത് ഈ ബന്ധത്തിലാണ് റോമർക്കെഴുതിയ 11-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ചോദിക്കുന്നു ഒരു നാൾ വരുത് അവർക്ക് എരിവ് വരുത്താനായിട്ട്. അവർ വീഴേണ്ടതിനാണോ ഇടറിയത്? അല്ല, ഒരു നാളുമല്ല. ഇത് മനസ്സിലാക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ചില ഉപമയെക്കൂടെ സ്വർഗരാജ്യത്തിൻ്റെ ചില ഉപമയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യമെന്ന് പറഞ്ഞു കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് വിളിക്കേണ്ട ഒരു ദാസന്മാരെ പറഞ്ഞയച്ചു. അതിനകത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, കല്യാണത്തിന് വരുവീൻ, എല്ലാ കാര്യങ്ങളും ഒരുക്കി, കല്യാണത്തിന് ഒരുക്കി. എന്നാൽ എന്താ സംഭവിച്ചത്? അവരതൊന്നും കൂട്ടാക്കിയില്ല. കൂട്ടാക്കാതെ ഒരുത്തൻ തന്നെ നിലത്തിലും മറ്റൊരുത്തൻ തന്നെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ബാക്കിയുള്ളവർ അവരുടെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നു. എന്നിട്ട് ആദ്യം ദാസന്മാരെ അയച്ചു, ആരും വന്നില്ല. രണ്ടാമത് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിൽ അയച്ചതായിട്ട് കാണുന്നു. അവരെ ക്ഷണിച്ചു, ആരും വന്നില്ല. കാൽവറി ക്രൂശിലെ മരണത്തിന് ശേഷവും ഈ ശിഷ്യന്മാരെ അയച്ചത് വീണ്ടും യഹൂദന്മാരുടെ മധ്യയാണ്. അവർ മനസ്സ് കാണിക്കുക മാത്രമല്ല ചെയ്ത് ദാസന്മാരെ നേരത്തെ ഉപമയിൽ പറഞ്ഞ മത്തായി 22 ഉപമയിൽ പറഞ്ഞ് കൊന്നുകളഞ്ഞതുപോലെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അവരെ ക്ഷണിക്കാനായിട്ട് പോയപ്പോൾ ആ ദാസന്മാരെ അവർ കൊന്നുകളഞ്ഞു. സ്തെഫാനോസിനെ കൊന്നു, യാക്കോബിനെ കൊന്നു. ഇതെല്ലാം നടന്നു. എന്നിട്ട് എന്താണ് അവസാനം പറ്റിയത്? ദാസൻ പോയി വഴിത്തലക്കൽ നിൽക്കുന്ന ദുഷ്ടന്മാർക്ക് പോലും ക്ഷണിച്ച് അവരെ കല്യാണ സദ്യയ്ക്ക് കൊണ്ടുവരികയാണ്. കൃപയാൽ ഇന്ന് ഈ യഹൂദന്മാരുടെ ഭ്രംശം ജാതികളെ ക്ഷണിക്കാനായിട്ട് കാരണമായി. ആ ക്ഷണം കൃപയാൽ നമുക്ക് ലഭിച്ചു. ലൂക്കോസ് 14:23 എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറയാം. നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയാണ്. സുവിശേഷത്തിന് വേണ്ടി അനേകം ആളുകളെ സുവിശേഷം പറഞ്ഞ് ഭവനം നിറയ്ക്കുക. അപ്പോസ്തലപ്രവൃത്തി 18:6 അവർ എതിര് പറഞ്ഞ് ഞാൻ ജാതിയുടെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോഴേ യഹൂദന്മാരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അതായത് അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ളൊരു വാക്ക് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എത്രയധികം. ഇസ്രായേലിൻ്റെ ഇടർച്ച ജാതികൾക്ക് രക്ഷ വരുത്തി. അതുകൊണ്ട് അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ എത്ര അധികമായി ഈ ജാതികൾ അനുഗ്രഹിക്കപ്പെടും. അവിടെയും അനുഗ്രഹം ജാതികൾക്ക് തന്നെ വീണ്ടും വരുന്നു. എത്ര അധികം എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ജാതികളുടെ അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെട്ടാണ്. യഹൂദന്മാർ തിരിയാതിരുന്നുകൊണ്ട് ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലെ പ്രത്യേകത കാണും. ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു. യഹൂദന്മാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജാതികളുടെ അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെട്ടതാണ്. ഈ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും, ഈ ജാതി എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത എല്ലാവരും ജാതിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും കർത്താവിനെ അറിയാനായിട്ട് പൗലോസിൻ്റെ ശുശ്രൂഷ കാരണമായി തീരുന്നു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസിന് ദർശനം കണ്ടു. ആ പത്രോസ് ദർശനം കണ്ടിട്ട് പോലും പത്രോസ് വിശ്വസിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ദൈവം അത് എന്നിട്ട് പിന്നെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി പത്രോസ് ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്ന ഭാവവും അവിടെ നമുക്ക് കാണാം. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ജാതികൾക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ സജാതക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവർ ചിലരെ രക്ഷിക്കാമെന്നോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു.
അന്നേരം ഇതൊരു നെഗറ്റീവ് സെൻസിൽ പൗലോസ് പറയുകയാണ്. അവർക്ക് വലിയ ശ്രദ്ധ ജനിപ്പിച്ച് ചിലരെയെങ്കിലും കൊണ്ടുവരാൻ. കാരണം ജാതികളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ടിട്ടെങ്കിലും ചില യഹൂദന്മാർ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ ഭ്രംശം, യഹൂദൻ്റെ ഭ്രംശം, യഹൂദൻ്റെ തിരസ്കരണം, ഇതിനെക്കുറിച്ച് ഒരു വലിയ ചരിത്രം തന്നെ പറയേണ്ട ആവശ്യമുണ്ട്. ഹിസ്റ്ററിക്കൽ. അവരുടെ തിരസ്കരണം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള തിരസ്കരണം, രാഷ്ട്രീയമായിട്ടുള്ള സ്പിരിച്വൽ കാസ്റ്റിംഗ് ആൻഡ് പൊളിറ്റിക്കൽ കാസ്റ്റിംഗ്, രാഷ്ട്രീയമായിട്ടുള്ള യഹൂദൻ്റെ തിരസ്കരണം, ആത്മീയമായിട്ടുള്ള ഒരു കാസ്റ്റിങ് അല്ലെങ്കിൽ ഒരു പുനരുത്ഥാനം പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയെന്ന് നമുക്കറിയാം. എന്നാൽ പൊളിറ്റിക്കലായിട്ടുള്ള തിരിച്ചുവരവ്, അംഗീകരണം 1948 തിരസ്കരണം സംഭവിച്ചത് യഹൂദന് സംബന്ധിച്ചിടത്തോളമുള്ള ദൈവം വിട്ടുകളഞ്ഞ തിരസ്കരണം. യഹൂദന് പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് 120 പേരുടെ മേളിൽ മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പെന്തക്കോസ്ത് സഭ തുടങ്ങിയെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് നേരെ തന്നെ ജാതിയുടെ ഇടയിലേക്ക് പോയി. അവരുടെ ഇടയിൽ അത് ഇൻക്രീസ് ചെയ്തില്ല കാണുന്നു. അതുപോലെ തന്നെ AD 70 ആയപ്പോഴത്തേക്ക് മുഴുവൻ യെരുശലേം മുഴുവൻ തകർക്കപ്പെട്ട യഹൂദൻ മുഴുവൻ ലോകത്തിലൊക്കെയും ചിതറിപ്പോകാനായിട്ട് ഇടവന്നു. യഹൂദൻ്റെ ഭ്രംശം അല്ലെങ്കിൽ തിരസ്കരണമാണ് അവിടെ കാണുന്നത്. എന്നാൽ യഹൂദനെ അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഇനി യഹൂദനെ അംഗീകരിക്കും. യഹൂദൻ്റെ തിരസ്കരണം കഴിഞ്ഞ് യഹൂദനെ അംഗീകരിക്കുന്നു. പൊളിറ്റിക്കലായിട്ട് യഹൂദനെ 1948 അംഗീകരിച്ചു. നമുക്കറിയാം യഹൂദ രാഷ്ട്രം വന്നു. ഈ സ്പിരിച്വലായിട്ട് എന്നാണ് ഇനി യഹൂദനെ അംഗീകരിക്കുന്നത്? സ്പിരിച്വലായിട്ട് ഇനി യഹൂദനെ അംഗീകരിക്കണമെങ്കിൽ ദൈവസഭയുടെ പൂർത്തീകരണം ഉണ്ടാകണം. എന്ന് പറയാൻ ദൈവസഭയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ജെൻറ്റൈൽസായിട്ടുള്ള ജാതികളായിട്ടുള്ള നിങ്ങളും ഞാനെയും എന്നെയും കർത്താവ് വന്ന് പ്രത്യക്ഷതയിൽ കൂട്ടിച്ചേർത്ത് അവനോടൊപ്പമാക്കി കഴിയുമ്പോൾ അതോടുകൂടി കൃപായുഗം അവസാനിക്കുകയാണ്. കൃപായുഗം അവസാനിച്ചതിന് ശേഷം ദൈവം യഹൂദൻ്റെ മേലെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യഹൂദൻ അതും റിജക്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവൻ്റെ പൂർണ്ണ തിരസ്കരണം ആത്മീയമായിട്ടുണ്ടായി. അതുപോലെ AD 70 അവനെ മുഴുവൻ തകർത്ത്, യെരുശലേമിനെയും തകർത്ത് അവൻ അവിടെ നിന്ന് പോയതോടുകൂടി ഭൗതികമായിട്ടും യഹൂദൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഭ്രംശം സമ്പൂർണ്ണമായി. യഹൂദൻ്റെ തിരിച്ചുള്ള അംഗീകരണം 1948 ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായപ്പോഴേ അത് തുടങ്ങി, പൊളിറ്റിക്കലായിട്ടുള്ള അംഗീകരണം. എന്നാൽ ദൈവം അവർക്ക് കൽപ്പിച്ചതുപോലെയുള്ള എല്ലാ ബൗണ്ടറീസും അവർക്ക് ഇതുവരെ ആയിട്ടില്ല. അതിനാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ആ ബൗണ്ടറീസ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. എന്നാൽ സ്പിരിച്വൽ അംഗീകരണം നടക്കുന്നത് മരിച്ചവരുടെ ഉയർപ്പിന് ശേഷമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താണ്? കാരണം അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിന് കാണും. അന്നേരം മരിച്ചവർ ഉയർക്കുമ്പോൾ അവർ കർത്താവിനോടൊപ്പം ഉയരത്തിൽ വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വീണ്ടും ഇസ്രായേലിനോട് ഇടപെടും. ഇതേ കാര്യം ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് വായിക്കാൻ. 2 ദിവസം കഴിഞ്ഞ് ജീവിപ്പിക്കും, 3-ാം ദിവസം നമ്മെ ഉയർപ്പിക്കും എന്ന് പറയുന്ന ഒരു റെഫറൻസ് ഉണ്ട്. കർത്താവിൻ്റെ 2ാം വരവ് നിശ്ചയമായൊരു പ്രഭാതം നമുക്ക് വേണ്ടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അവനെ ഡീൽ ചെയ്യുമ്പോഴേ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണവും അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ഡീൽ ചെയ്യുമ്പോഴേ സക്കറിയ പ്രവചനം 13 പറയുന്ന പോലെ അവൻ കുത്തിയെങ്കിലേക്ക് നോക്കും, അപ്പോഴേ അവരെല്ലാം രക്ഷ പ്രാപിക്കുന്നതായിട്ട് കാണും. 16-ാം വാക്യത്തിലെ ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഈ ആദ്യഫലം വിശുദ്ധം എന്ന് പറയുന്ന കാര്യം സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് റെഫർ ചെയ്ത് വായിച്ചു നോക്കുക. ആദ്യത്തെ വിളവിൽ വടയുണ്ടാക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ അരിമാവ് കൊണ്ട് ഒരു വട ഉദച്ചാർപ്പണമായി കഴിക്കണം. അപ്പോൾ ആദ്യത്തെ വട ദൈവത്തിന് കൊടുക്കുമ്പോൾ
പിന്നെ ശേഷിക്കുന്ന മാവെല്ലാം വിശുദ്ധമാണ്. അതാണ് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം എന്ന് പറയുന്നത്. ആദ്യ കറ്റ, ആദ്യ പശു, ആദ്യ കുഞ്ഞ്, ആദ്യ വട, ആദ്യ വിളവ്, ആദ്യ ഭാഗം ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധമാവും. ഇവിടെ ഇത് കാണിക്കുന്ന കാര്യം, ഇസ്രായേൽ യഹോവയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഫലമാണ്, അത് ദൈവത്തിനുള്ളതാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ അതിനോട് ചേർന്ന് ഉള്ളതെല്ലാം പിന്നീടുള്ളതെല്ലാം വിശുദ്ധമാണ് എന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ വേര് എന്ന് പറയുന്ന അബ്രഹാമാണ്. യഹോവയുടെ ആദ്യ ഫലം എന്ന് പറയുന്ന യഹൂദനാണ്. യഹൂദൻ വിശുദ്ധമായെങ്കിൽ ബാക്കി ജാതികളെല്ലാം വിശുദ്ധമാണ്. തുടർന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതിന് സമയം ഇന്ന് തീർന്നുകൊണ്ട് ഞാനിവിടെ ഇത് എൻഡ് ചെയ്യാണ്. നമ്മളിന്ന് പഠിച്ചത് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലെ ചില ചിന്തകളായിരുന്നല്ലോ. അതിലെ ജാതികളെ ദൈവം തിരഞ്ഞെടുത്തതും യഹൂദന് ഭ്രംശം വന്നതും ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. കാരണം ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ വിശുദ്ധം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊമ്പുകളെക്കുറിച്ചും കാട്ടൊലിവായ നമ്മളെ നാട്ടൊലിവോട് ഒട്ടിച്ച കാര്യവും ഒക്കെ പറയുന്നത്. അത് ഇനി അടുത്ത ദിവസം ചിന്തിക്കാം. ഒരേ കാര്യം നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുക, ദൈവത്തെ തള്ളിക്കളയുകയും ദൈവത്തെ തിരസ്കരിക്കുകയും ചെയ്താൽ ദൈവം എത്ര സെലക്റ്റഡ് എന്ന് പറഞ്ഞാലും ദൈവം അതിന് പ്രതിഫലം പകരം കൊടുക്കുന്ന ദൈവമാണ്. ജാതികളെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും ജാതികൾ ദൈവത്തിൻ്റെ വഴിയിൽ നിൽക്കാതെ അതിൽ നിന്ന് മാറി വ്യത്യസ്തമായി പോയാൽ ദൈവത്തിന് ശിക്ഷ കൊടുക്കാനായിട്ട് ഒന്നും തടസ്സമില്ല, ദൈവം അത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ യഹൂദൻ്റെ ഭ്രംശം ജാതികൾക്ക് നിരപ്പിന് കാരണമായി എങ്കിൽ ജാതികളായിട്ടുള്ള എല്ലാവരും ഇന്ന് നിരന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിന്ന് സുവിശേഷം പറയുകയും പ്രസംഗിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോഴും, അതുപോലെ ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പറയുമ്പോഴും ഒക്കെ ജാതികളെല്ലാവരും ഒന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ല, ഇന്നും അറിഞ്ഞിട്ടില്ല. കേരളത്തിലൊക്കെ ഇന്നും 20% ക്രിസ്ത്യാനികളേ ഉള്ളൂ. അതുപോലെ ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3% താഴെ ഉള്ളൂ ക്രിസ്ത്യാനികൾ. അതിൽ തന്നെ യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞവർ എത്ര ചുരുക്കമാണ്. വേറെ ഒന്നുമല്ല അതിൻ്റെ കാരണം. എല്ലാവരും കർത്താവിനെ അറിയുകയും അവൻ്റെ വഴികളിലായിരിക്കുകയും ചെയ്യുന്നത്. ഇതൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ടാണ്, ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. അല്ലാതെ മതപരിവർത്തനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. ഹൃദയത്തിൻ്റെ രൂപാന്തരം നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അതിലേറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ജീവിപ്പാൻ നമുക്ക് കൃപയൊരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ, കൃപ അവരുടെ മേലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹൂദൻ്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പോടുകൂടിയേ ആവുള്ളൂ. അതുവരെയും കൃപായുഗത്തിൻ്റെ സമയമാണ്. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും നല്ല അവസരം. അത് ഞങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വഴിയിലായിരിക്കാൻ ദൈവമേ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നട്ടലിൻ്റെ വേദനയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ വേണമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികളെ ഇത് കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ പ്രയാസങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഈ ദിവസങ്ങളിൽ വരട്ടെ. ഓപ്പറേഷൻ ഇല്ലാതെ ഒരു ക്രിയേറ്റീവ് മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രത്യേകിച്ചും ആ നട്ടലിലെ ആ ചില ലിങ്കുകളൊക്കെ അത് ശരിയായിട്ട് വരാനായിട്ടുള്ള ഓപ്പറേഷൻ, ദൈവം ഒരു വലിയ മിറക്കിൾ ഈ ദിവസങ്ങളിൽ വരട്ടെ. എഴുന്നേറ്റിരിക്കുവാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറൊരാളുടെ സപ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം ഇന്ന് ഹീൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരികയും സഹായം അയക്കുകയും ചെയ്യും. പ്രയാസങ്ങളിൽ നിന്നുള്ള വലിയ വിടുതൽ തരും. ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുവാൻ ദൈവം കൃപ വരുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണം. ആ രോഗത്തിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണം, പ്രയാസത്തിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണം, സന്തോഷത്തോടെ ഇരിപ്പാൻ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക. തുടർന്ന് വാച്ച് ചെയ്യണം.
നമ്മൾ റോമർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. തുടർന്ന് ഇനി അത് പഠിക്കാനായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഫ്യൂച്ചർ റെസ്റ്റോറേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഭാവിയിലെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.